വക്കാന മുജാഹിദുൻ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മല്ലം യതുബ് കുല്ല സ്വബാഹിൻ വ മസായിൻ, എല്ലാ പ്രഭാത സമയത്തും എല്ലാ പ്രദോഷ സമയത്തും രാവിലെയും വൈകുന്നേരവും തെറ്റുകളെ തൊട്ട് പക്ഷാതപിക്കാത്തവൻ ഫഹുവ മിനൽ ളാലിമീൻ, അവൻ വഴിതെറ്റിപ്പോയ കൂട്ടത്തിൽപ്പെട്ടതാണ്. അവൻ സ്വന്തം ശരീരത്തെ ദുൽമ ചെയ്ത വിഭാഗത്തിൽ പെട്ടുപോയി. അവൻ ചെയ്ത തെറ്റുകൾ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും തോപ ചെയ്യണം എന്നാണ്. ആ തോപ ചെയ്യാത്തവൻ ലാലിമിൽ പെട്ടുപോയി എന്നാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. വഖദ് ഖീല ലിൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെടുകയുണ്ടായി, മാതാ തഖൂലു ഫീമൻ യതൂബു സുമ്മ യൻഖുലു സുമ്മ യതൂബു സുമ്മ യൻഖുലു വഹകദാ. മഹാനോട് ചോദിക്കുന്നത് എന്താ അറിയാ, ഒരടിമ പക്ഷാതപിച്ചു പെയ്ത് തോപൊക്കെ ചെയ്തു പക്ഷാതപിച്ചു കഴിഞ്ഞു, വീണ്ടും അത് ആ തെറ്റ് ചെയ്യുന്നു, വീണ്ടും പക്ഷാതപിക്കുന്നു, വീണ്ടും ആ തോപ പൊളിക്കുന്നു, അങ്ങനെ തെറ്റ് ചെയ്യുന്നു, മാപ്പിരക്കുന്നു, തോപ ചെയ്യുന്നു, പക്ഷാതപിക്കുന്നു, തെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരാളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. കാല അപ്പോൾ ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, മാ അറാഹു ഇല്ലാ മുഅ്മിനൻ ഫഅല അഖ്ലാഖൽ മുഅ്മിനീൻ, അദ്ദേഹം സത്യവിശ്വാസികളുടെ സ്വഭാവം പ്രവർത്തിച്ചു എന്നല്ല ഞാൻ എന്ത് പറയാനാ. സത്യവിശ്വാസികളായ ആളുകൾ അങ്ങനെയാണ്, ഒരു തോപ ചെയ്യും, ആ തോപ ഒരു പൊളിച്ചു കളഞ്ഞാൽ പിന്നെയും തോപ ചെയ്യും. അപ്പൊ അങ്ങനെ തോപ ചെയ്യുന്ന മുസ്ലിമിന്റെ സ്വഭാവം അയാൾ ചെയ്തു, അങ്ങനത്തെ ഒരു മോമിനായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നുള്ളൂ ഇയാളെ കുറിച്ച് എന്ന്. അപ്പൊ തോപ ചെയ്തിട്ട് ആ തോപ പൊളിച്ച് പിന്നെയും തോപ ചെയ്തു, അതുകൊണ്ടൊന്നും അയാളെ ഈമാൻ പോകുന്നില്ല, ആൾ മുഅ്മിൻ തന്നെയാണ് അർത്ഥം. വകാന യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, സല്ലത്തുൻ വാഹിദത്തുൻ ബഅദ തൗബത്തി, സല്ലത്തുൻ വാഹിദത്തുൻ ബഅദ തൗബത്തി, പക്ഷാതപിച്ചു കഴിഞ്ഞു അതിന്റെ ശേഷം ഒരു പിഴവ് സംഭവിച്ചാൽ ആ ഒരൊറ്റ പിഴവ് അഖ്ബഹു മിൻ 70 സല്ലത്തിൻ ഖബലഹ, ഈ ഒരു തെറ്റ്, ഈ തോപ ചെയ്തല്ലോ, ഈ തോപ ചെയ്യുന്നതിന്റെ മുമ്പ് അയാൾ ചെയ്തു കൂട്ടിയ 70 പിഴവുകളുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വളരെ മോശമായതും വളരെ വടക്കായതുമാണ് തോപയ്ക്ക് ശേഷം ഒരു തെറ്റ് ചെയ്യരുത്. അപ്പൊ തോപ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യരുത്. അപ്പൊ ആത്മാർത്ഥ തോപ അങ്ങനെയാണല്ലോ, തെറ്റിനെല്ലാം മടങ്ങി ഖേദിച്ച് പിന്നെ അതിലേക്ക് മടങ്ങാതെ മുന്നോട്ട് മൂമിനായി സത്യവിശ്വാസി ജീവിക്കലാണല്ലോ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതൊന്നുമില്ലാതെ തെറ്റ് ചെയ്യുന്നു, തോപ ചെയ്യുന്നു, പിന്നെയും തെറ്റ് ചെയ്യുന്നു, അത് ഏറ്റവും മോശമായ ഒന്നാണ് എന്നാണ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വഖദ് സുഇല സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല, മഹാനോട് ചോദിക്കപ്പെട്ടത്, മാ അലാമത്തു തൗബത്തിൻ നസൂഹ്, ആത്മാർത്ഥ തോബയുടെയും പക്ഷാതാപത്തിന്റെയും അടയാളം എങ്ങനെയാ. ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ കൊടുത്ത മറുപടി നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. എല്ലാം നമ്മൾ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മിലുണ്ടോ, നമ്മൾ ഇന്ന് അകന്നു പോയവരാണോ, അടുത്തവരാണോ, നമ്മുടെ ജീവിതം മാറ്റി തിരുത്തേണ്ടതല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതാണ്. എന്നാൽ നോക്കൂ, നമ്മളെല്ലാവരും ആത്മാർത്ഥ തോപ ചെയ്യാൻ പറയും, അതിന് അടയാളം ഉണ്ട്. അതിന്റെ അടയാളം എന്താന്ന് ചോദിച്ചപ്പോ 4 വസ്തുക്കളാണ് അതിന്റെ അടയാളമായിട്ട് കാല അർബാത്തു അഷിയ, 4 വസ്തുക്കളായി മഹാൻ മറുപടി കൊടുത്തു. ഏതാണത്? ഒന്ന്, ഖില്ലത്തു ദുനിയ, ഈ പ്രപഞ്ചത്തിൽ ചുരുക്കം കാണണം, ഇതൊക്കെ നിസ്സാരമാണ്, ചുരുങ്ങിയതാണ്. ഓ ദില്ലത്തു നഫ്സ്, ശരീരം വളരെ നിസ്സാരമായതാണ്, അതിനെ വർണ്ണിക്കേണ്ടതോ പൊന്തിക്കേണ്ടതോ പുകഴ്ത്തേണ്ടതല്ല, അത് നിന്ദ്യമായതാണ്. വകഫറതു തഖർറുബി ഇലല്ലാഹി തആല ബിത്വാഅത്തി, ആരാധന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പത്തെ അധികരിപ്പിക്കുക. വറുഇയത്തുൽ ഖില്ലത്തി, എത്ര ഇബാദത്ത് ചെയ്താലും ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളത് കാണണം, തോനെ ചെയ്തെന്ന് കരുതരുത്. വൻ നഖ്സ് ഫി ദാലിക, അത്തരം കാര്യങ്ങൾ ചുരുക്കം വന്നിട്ടുണ്ട്, ഞാൻ കുറച്ച് ഇബാദത്ത് ചെയ്തിട്ടുള്ളൂ എന്ന കാഴ്ചപ്പാട്. കൂടുതൽ കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, സ്വന്തം ശരീരം നിസ്സാരമായി കാണണം,
ദുനിയാവും വളരെ ചുരുങ്ങിയതാണെന്ന് കാണണം. അതിനൊന്നും പ്രാധാന്യങ്ങളില്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ കുറിച്ച് തോപ ചെയ്ത, നസീഹത്തുള്ള തോപ ചെയ്ത ആളാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാവും. ഈ 4 അടയാളമുണ്ടോ അയാളെ തോബ തോബത്തുൻ നസുഹാണെന്ന് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വകാന ബക്ർ ബിൻ അബ്ദില്ലാഹിൽ മുസ്നി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലോ അന്ന മുദ്നിബൻ ത്വാഫ അലാ സായിൽ മജാലിസി വൽ അബ്വാബി, സദസ്സുകള്, വാതിലുകള്, കവാടങ്ങള് ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് ചെയ്ത അടിമയാണ് എങ്കിൽ, ഒഹുവ യഖൂലു, എത്തരത്തിൽ ഇവൻ തവാബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നു, ഇസ്തഗ്ഫിറുല്ലാഹ ലി എന്ന് പറയാ. പ്രധാനപ്പെട്ട സദസ്സുകളൊക്കെ സദസ്സുകൾ ചെല്ലുമ്പോ ആ സദസ്സിലും അതുപോലെ അവിടെയുള്ള കവാടത്തുകളൊക്കെ ചെന്നിട്ട് ആൾക്കാരോട് പറയും, ഇസ്തഗ്ഫിറുല്ലാഹ ലി, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിരക്കണേ എന്നാണ് പറയുന്നുണ്ട്. അങ്ങനെ മാപ്പിരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ട് ആവശ്യപ്പെട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ലകാന ദാലിക ഔല മിൻ സുആലിഹി ലഹുമുൽ ലഖമത വൽ ഖലിഖത വനഹവഹുമാ, ജനങ്ങളോട് ഒരു പിടി ഭക്ഷണമോ അല്ലെങ്കിൽ വല്ല താഴ്ന്ന വസ്ത്രമോ അതുപോലത്തെ വല്ലതും യാചിക്കുന്നതിനേക്കാൾ നല്ലത് ഇയാൾക്ക് ഇത് പറയലാണ്. ജനങ്ങളോട് ചെന്നിട്ട് പറയാ, എനിക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടണം കിട്ടോ, ഇത് യാചിക്കാം. അല്ല സ്വത്ത് ചോദിക്കലോ, ഒരു പിടി ഭക്ഷണം തരുമോ, അല്ലെങ്കിൽ വല്ല വസ്ത്രം തരുമോ, അല്ലെങ്കിൽ പൈസ തരുമോ, അല്ലെങ്കിൽ അത് തരുമോ ഇത് തരുമോ എന്ന് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ ചോദിക്കുക എല്ലാവരോടും. കാരണം എല്ലാവരും ഇസ്തിഗ്ഫാർ നടത്തുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യനെ പുറത്തു കൊടുക്കുമല്ലോ, അതിന് ഏറ്റവും വലിയ ആവശ്യം. വഖദ് സുഇല യഹ്യ ബിൻ മുആദിൻ റഹിമഹുല്ലാഹു തആല, മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായി, അനിത്തായിബി മൻഹുവൻ, ആരാണ് ഈ പശ്ചാത്തപിക്കുന്നവൻ, ആരാണ് ഈ തോബ ചെയ്യുന്നവൻ എന്ന് ചോദിച്ചപ്പോൾ വഖാല, യഹ്യ തങ്ങൾ കൊടുത്ത മറുപടി, ഹുവ മൻ താബ അയ്യാമ ശബാബിഹി, അവന്റെ യുവത്വ കാലങ്ങളിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് തായിബ്. കാരണം യുവത്വം എന്ന് പറഞ്ഞാൽ എന്തിനും പറ്റുന്ന സമയമാണ്, എന്തും ചെയ്യാനും എന്തും കാണിക്കാനും പറ്റുന്നൊരു യുവത്വം. ആ യുവത്വ വേളയിൽ അവൻ അള്ളാഹുവിന് പശ്ചാത്തപിക്കുമെങ്കിൽ അവനാണ് യഥാർത്ഥ തായിബ്. വലസിമൽ ഫിതാം അതാഅതാഉൽ ഹമ്മാം അതാഅതാഉൽ ഹുമാം, അവരെന്താണ് ഫിതാം, ഈ ദുന്യാവുമായിരിക്കുന്ന ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി ആരോടും ബന്ധപ്പെടാതെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് മരണം വരുന്നത് വരെ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് തായിബ്. അപ്പൊ തന്റെ യുവത്വത്തിൽ പശ്ചാത്തപിച്ച് അള്ളാഹുമായി കഴിഞ്ഞുകൂടി ദുനിയാവിന്റെ ബന്ധങ്ങൾ മരിക്കുന്നവരെ മുറിച്ച് കളഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് തായിബ് എന്ന് പറഞ്ഞു. വലൈസതി തോബത്തു, എന്ന പക്ഷാത്താപം യഥാർത്ഥത്തിൽ അല്ല. തോബത്ത് ഷുയൂഖി, വയസ്സന്മാരായി ഒരു തെറ്റും ചെയ്യാൻ കഴിയൂല, എല്ലാം കഴിഞ്ഞു മൂലക്കരിക്കലായി, നടക്കാൻ വയ്യാതെയായി. അപ്പൊ പറയാം, പടച്ചോനെ പുറത്തുണ്ടാ എന്ന് വയസ്സുകാലം തേടുന്നവരുണ്ട്. അങ്ങനെ തേടുന്ന തേട്ടൊന്നും ഒരു തോബയല്ല. എന്താ കാരണം? ലി ഹുമൂദിനാരി ഷഹുവത്തിയും അനിൽ മആസി, തെറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്, അതായത് വികാരങ്ങൾ. അത്തരം വയസ്സന്മാർക്കുള്ള വികാരങ്ങളും യുവത്വങ്ങളും തീ ആളുന്ന ടൈമാണ്. അത്തരം വികാരത്തിന്റെ തീനാളങ്ങൾ തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് കെട്ടുപോയിരിക്കുന്നു. ഇനി തെറ്റ് ചെയ്യാൻ കഴിയൂല. ആ സമയത്തുള്ള തോബയല്ല തോബ. ചെയ്യാൻ കഴിവുള്ള, ആരോഗ്യമുള്ള, യുവത്വമുള്ള സന്ദർഭത്തിൽ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവ് ആ സമയത്ത് അവൻ തോബ ചെയ്താൽ ആ തോബ ചെയ്യുന്നവനാണ് യഥാർത്ഥ തോബക്കാരൻ. കാരണം എന്താ? ഓന് തെറ്റിലേക്ക് പോകാനുള്ള വികാരങ്ങളും വികാരത്തിന്റെ തീനാള കത്തിയാളുന്ന സമയത്താണ്. ആ സമയത്ത് തോബ ചെയ്യണം. അങ്ങനെ തോബ ചെയ്താൽ അവനാണ് യഥാർത്ഥ തോബ ചെയ്ത ആള്. അല്ലാതെ വയസ്സായി മൂലക്കെ കുത്തുന്ന ഒന്നിനും കഴിയാത്ത സമയത്ത് പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുണ്ടാകുന്നാല് പുറത്ത് തരുന്ന തൗബ ചെയ്യണ്ട എന്നോ അല്ലെങ്കിൽ പൊറുക്കനെ തേടണ്ട എന്നതിന് അർത്ഥമല്ല. പക്ഷെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്, ആ സമയത്ത് ചെയ്യണം എന്നാ. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ അർത്ഥമല്ലല്ലോ.
വഇൻ കാന അല്ലാഹു തആല വഅദ ബിഖബൂലിഹാ, ഈ തൗബ അല്ലാഹ് സ്വീകരിക്കും എന്നതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏതുവരെ, ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നത് വരെ തോബ ചെയ്താൽ തോബ അല്ലാഹ് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും യഥാർത്ഥ തോബ ചെറുപ്പക്കാരന്റെ തോബയാണ്. അവൻ തെറ്റിലേക്ക് നല്ലോണം ആഗ്രഹിക്കുന്ന ടൈമാണ്, ചെയ്യാൻ കഴിയുന്ന ടൈമാണ്. വയസ്സൻ അങ്ങനല്ല. വഖദ് കാന സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു എന്ത്, അൻസലല്ലാഹു തആല ഖൗലുഹു, അല്ലാഹു തആല വാക്കിറക്കി, അല്ലാഹുവിന്റെ വാക്ക് എന്ത്, ഇന്നഹു കാന ലവ്വാബീന ഗഫൂറാ എന്ന ആയത്ത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം, നിശ്ചയമായിട്ടും അല്ലാഹു തആല അല്ലാഹുവിലേക്ക് നല്ലോണം പക്ഷാതപിച്ച് അണഞ്ഞുകൂടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഗഫൂറാണ്, പുറത്തു കൊടുക്കുന്നവനാണെന്ന ആയത്ത്. ഈ ആയത്തിന് അല്ലാഹു തആല ഇറക്കിയത് എവിടെയാണെന്ന സഈദ് തങ്ങൾ പറയുന്നത്, ഫിർറജുലി, ഒരു മനുഷ്യനിലാണ്. എങ്ങനത്തെ മനുഷ്യൻ, യദ്നിബു, അയാൾ തെറ്റ് ചെയ്യുന്നു, തുമ്മ യതൂബു, പിന്നെയും അയാൾ തോബ ചെയ്യുന്നു, തുമ്മ യദ്നിബു, പിന്നെ അയാൾ തെറ്റ് ചെയ്യുന്നു, തുമ്മ യതൂബു, പിന്നെയും അയാൾ തോബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, തോബ ചെയ്യുന്നു. ഇത്തരക്കാരെ കുറിച്ചാണ് അല്ലാഹു തആല വഇന്നഹു കാന ലിൽ-അവ്വാബീന ഗഫൂറ എന്ന ആയത്തിറക്കിയത് എന്ന് മഹാനായ സഈദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം, ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് തോബ ചെയ്തു, അതോടുകൂടി ഇനി ഒന്നുമില്ല എന്നല്ല, പിന്നെയും തെറ്റ് ചെയ്താലോ പിന്നെയും തോബ ചെയ്യണം. അല്ലാതെ പടച്ചവനോട് ആദ്യം തെറ്റ് ചെയ്തിട്ട് തോബ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെയും തെറ്റിൽ എങ്ങനെ പോകഞ്ഞ് എനിക്ക് തോബയില്ല എന്നതിനർത്ഥമല്ല, തോബ ചെയ്ത് കൊണ്ടേയിരിക്കണം എന്നാണ് അതിനർത്ഥം. വക്കാനൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുന്നു എന്ത്, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞു. എന്താ അല്ലാഹു തആല പറയുന്നത്, യാ ദാവൂദ്, ദാവൂദ് നബിയെ, ബശ്ശിറുൽ മുദ്നിബീന, തെറ്റ് ചെയ്യുന്ന പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പൊലിവ് അറിയിക്കണം. എന്താ പൊലിവ്, അന്നകും, നിശ്ചയമായിട്ടും ഈ തെറ്റ് ചെയ്തവർ, ഇൻ താബു, അവർ പക്ഷാതപിക്കുകയാണ് എങ്കിൽ, ഖുബിലത്ത് തൗബത്തുഹും, അവർക്കുള്ള പക്ഷാതാപത്തെ സ്വീകരിക്കപ്പെടും എന്ന കാര്യം കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വേണം, സന്തോഷ വാർത്ത നൽകണേ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞ കഥ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നു. വഹദ്ദിരി സിദ്ദീഖീന, എന്ന സത്യവാന്മാരായി മാത്രം ജീവിക്കുന്ന മഹാരഥന്മാരായ ആളുകളുണ്ട്. ആ സിദ്ദീഖീങ്ങളെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. എന്ത്, അന്നീ, നിശ്ചയമായിട്ടും ഞാൻ, ഇൻ വളഅതു അലൈഹിം അദ്ലി, ഈ സത്യവാന്മാരായ ആളുകളുടെ മേലില് എന്റെ അദ്ലി എന്ന് പറയുന്ന സിഫത്ത്, ആ നീതി ഞാൻ വെച്ചു കഴിഞ്ഞാൽ, അദബ്തുഹും, നാം അവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, സ്വാലിഹീങ്ങളായി ജീവിച്ചവരാണ്, സാദിഖീങ്ങളായി ജീവിച്ചവരാണ്. അവിടെ അള്ളാഹ് നീതി പുലർത്തുകയാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവര്, ആ തെറ്റിന് ശിക്ഷിക്കാൻ പറ്റുന്ന അർഹത അല്ലാഹു തആലക്കുണ്ട്. അപ്പൊ സിദ്ദീഖീങ്ങളായി എന്നതുകൊണ്ട് അള്ളാഹിനെ പേടിക്കാതിരിക്കാൻ പറ്റൂല, അള്ളാഹിനെ പേടിക്കണം. എന്നാ തെറ്റ് ചെയ്യുന്ന ആളുകളും അള്ളാഹിനെ പേടിക്കണം. അതിന് തോബയാണ് പരിഹാരം. അങ്ങനെയാണ്. അപ്പൊ തോബ ചെയ്താൽ അവർക്ക് സന്തോഷ വാർത്ത, തോബ സ്വീകരിക്കുമെന്നാണ്. സിദ്ദീഖീങ്ങളായി ജീവിച്ചാൽ അള്ളാഹു തൻ നീതി വെച്ചാൽ അത് ശിക്ഷിക്കും, ആ പേടിയും വേണം. വകാന അബ്ദുല്ലാഹി ഇബ്നു ഹുബൈബ് റഹിമഹുല്ലാഹു തആല, അബ്ദുല്ലാഹ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹു തആല യഖൂൽ, പറയുന്നു. എന്താ അവർ പറയുന്നത്, ഇന്നകും ഇൻ തുതീഖു ഗളബല്ലാഹി തആല അലൈക്കും കുല്ലമാ സൈതുമൂ, പടച്ച റബ്ബിന് നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അള്ളാഹിന്റെ കോപമുണ്ട്. ആ കോപം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തോളീ, ഫഅംസൂ തായിബീൻ, അങ്ങനെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, എന്നാ വൈകുന്നേര സമയത്ത് നിങ്ങൾ എന്ത് വേണം, പക്ഷാതപിക്കുന്ന ആൾക്കാരായി മാറണം. വഅസ്ബിഹു കദാലിക തായിബീൻ, അതേ പ്രകാരത്തിൽ തന്നെ രാവിലെയും നിങ്ങൾ തോബ ചെയ്യുന്നവരായി മാറണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, തെറ്റ് ചെയ്ത് അള്ളാഹ് ശിക്ഷിച്ചാൽ അത് സഹിക്കാൻ തയ്യാറുള്ളവനാണെങ്കിലും അല്ലാഹു തആലക്ക് ഇഷ്ടമെന്താ, രാവിലും വൈകുന്നേരവുമായി പക്ഷാതപിക്കലാണ് എന്നതിനർത്ഥം. അത്രയും പ്രാധാന്യമുണ്ട്.
വകാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ യഖൂൽ മഹാൻ പറയുന്നു മൻ വഖഅ ഫീ ഖതീഅത്തിൻ ഒരു തെറ്റിൽ ഒരാൾ വീണുപോയാൽ തുമ്മ തദക്കറഹ പിന്നെ ആ തെറ്റവൻ ഓർമ്മ വന്നാൽ ഫവജില മിന്നാ ഫീ ഖൽബിഹി ആ തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ടവന്റെ കൽബിൽ പേടി വരികയും ചെയ്താൽ മുഹിയത്ത് അൻഹു മിൻ ഉമ്മിൽ കിതാബ് തെറ്റുകൾ രേഖപ്പെടുത്തി വെക്കുന്ന കിതാബിൽ നിന്ന് അവനെ തൊട്ട തെറ്റ് മായ്ക്കപ്പെടുന്നതാണ്. ഇവിടെ തൗബ ചെയ്തിട്ടില്ല, പേടിച്ചാ മതി. ഒരു തെറ്റ് സംഭവിച്ചു, അത് ഓർമ്മ വന്നു, അതിനാൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പേടി കാരണം കൊണ്ട് അള്ളാഹു തആല തെറ്റ് മായ്ച്ചു കളയുന്ന. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടാണ് തെറ്റ് ചെയ്ത ആൾക്കാരെ പേടി, തെറ്റ് ചെയ്ത ആൾക്കാരെ തൗബ. വകാനൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു എന്ത് ലിൽ മുജാഹിദീന യോദ്ധാക്കളോട് പറയുമായിരുന്നു എന്ത് ഇദാ അറാദു അൻ യഖ്റുജു ലിൽ ജിഹാദി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവരോട് മഹാൻ പറയും അലൈക്കും ബിത്തൗബ നിങ്ങൾ തൗബ ചെയ്തോളേം. തെറ്റുണ്ടാകും, പൊറുക്കലിനെ തേടിക്കോളിയും, പക്ഷാതെ വെച്ചോൾ നിർബന്ധമാണ്. കാരണം എന്താ ഫഇന്നഹാ തറുദ്ദു അൻകും മാലാ തറുദ്ദുഹു സുയൂഫ് വാളുകളെ കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അടർക്കളത്തിൽ ഇറങ്ങി ശത്രുവിന്റെ തല നിങ്ങൾ കൊയ്തെടുത്താൽ കിട്ടുന്ന പുണ്യമുണ്ടെങ്കിലും അത്തരം വാളുകളെ കൊണ്ട് നിങ്ങൾ ചെയ്ത തോപ മടക്കാൻ കഴിയൂല. ആ തെറ്റ് ഒഴിവാക്കണമെങ്കിൽ തോപ വേണം. വാളുകൊണ്ട് എന്തുണ്ടാവില്ല, നിങ്ങൾ തെറ്റ് പൊറുക്കലുണ്ടാവില്ല. ആ തെറ്റ് പൊറുക്കണമെങ്കിൽ തോപ തന്നെ ചെയ്യണം എന്നർത്ഥം. അത്രയും പുണ്യമുള്ള ഷഹീദിന്റെ കൂലി കിട്ടിയാലും തോപ അനിവാര്യമാണ്. അപ്പൊ എവിടെയും നമുക്ക് പൊന്തലില്ല, നമ്മൾ മികവിൽ കാണിക്കാനും പാടില്ല. അള്ളാന്റെ അടിയൻ എന്ന നിലയിൽ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി തന്നെ കഴിയണം. വകാന യഖൂലു ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നു എന്ത് ലമ്മ ആയന ഖൗമു യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ യൂനുസ് നബി തന്റെ ജനത കണ്ടു, നേർക്കുനേരെ കാണുകയാണ് എന്ത് അൽ അദാബ ശിക്ഷ. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ജനത അവർക്ക് ഇറങ്ങിയതായിരിക്കുന്ന ശിക്ഷ നേരെ നേത്രങ്ങളെ കൊണ്ട് കണ്ടപ്പോൾ ഖാമ റജുലുൻ മിൻഹും ആ വിഭാഗത്തിൽ നിന്ന് ഒരാളങ്ങ് എണീറ്റ് നിന്നു. എന്നിട്ട് ഫഖാല അയാൾ പറയുന്നത് ആർക്കുകയാണ് അല്ലാഹുമ്മ ഇന്ന ദുനൂബി അലുമത്ത് വജലത്ത് വജല്ലത്ത് വഅൻത അഅ്ലമു മിൻഹാ വഅജല്ലു ഫഫ്അൽ ബിനാ മാ അൻത അഖിലു വലാ തഫ്അൽ ബിനാ മാ നഹ്നു അഖിലു. എന്താ പറഞ്ഞത്? പടച്ചവനെ, ഇന്ന ദുനൂബി നിശ്ചയമാടും ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആലുമത്ത് അത് വലുതായിരിക്കുന്നു, വജല്ലത്ത് അത് വണ്ണമായിരിക്കുന്നു, വലിയ വലിയ കൂമ്പാർ തെറ്റുകൾ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ തെറ്റുകളെക്കാളും വണ്ണമായവനും നിയോഗ്യനും അല്ലാഹുവേ നീയാണല്ലോ. അതുകൊണ്ട് നീ എന്തിനാണോ അർഹനായതെങ്കിൽ ആ അർഹമായത് ഞങ്ങൾ നീ ചെയ്യണം. അൽബിന ഞങ്ങളെ കൊണ്ട് നീ ചെയ്യല്ല. മാനഹനു അഖിലു ഞങ്ങൾ എന്താണ് അതിനർഹരാണ്. അപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ശിക്ഷിക്കാൻ ഞങ്ങൾ അർഹരാണ്. ആ ശിക്ഷ കിട്ടാൻ ഞങ്ങൾ അർഹരാണ്. എങ്കിലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ല തമ്പുരാനെ. ഞങ്ങളെ ശിക്ഷ ഒഴിവാക്കി തോപ് ചെയ്ത് ഞങ്ങളെ ശിക്ഷ ഒഴിവാക്കി ഞങ്ങളെ സുഖത്തിലാക്കുവാനും ശിക്ഷയില്ലാതാക്കുവാനും നീ അർഹരാണ്. ആ അർഹമായിരിക്കുന്ന കാര്യം നീ ഞങ്ങളെ കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ ശിക്ഷ നീ ഒഴിവാക്കി തരണമെന്നർത്ഥം. ഇങ്ങനെ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരൊറ്റാളെ പ്രാർത്ഥന ഫലമായി അല്ലാഹു തആല അവരെ തൊട്ട് ശിക്ഷ നീക്കിക്കളഞ്ഞു എന്നാണ്, ഒഴിവാക്കി കൊടുത്തു. കണ്ടോ, ഒരാള് മതി അക്കൂട്ടത്തിൽ. അപ്പൊ നല്ല ആത്മാർത്ഥമായി ഈ സമുദായത്തിൽ ഒരാളുണ്ടെങ്കിൽ ആ സമുദായത്തിന് അയാളുടെ നന്മ കിട്ടും എന്നാണ് പാഠം പഠിപ്പിക്കുന്നത്. വഖദ് കാന യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല യഖൂൽ ഫീ മുനാജാതി ബില്ലൈൽ തന്റെ രാത്രിയിൽ പടച്ച റബ്ബിനോടുള്ളതായിരിക്കുന്ന മുനാജാത്തിൽ സംഭാഷണത്തിൽ മഹാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്ന ഖതീഅതി തുഅദ്ദിബുനി വതൗബതി തദൂബുനി വഐശിയതി തൂല ദഹരി
ബൈന തഅദീബിൻ വതദ്വീബ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്ന ഖത്തിഅത്തി നിശ്ചയമായിട്ടും ഞാൻ ചെയ്ത തെറ്റ്, തുഅദ്ദിബ്നി അത് എന്നെ ശിക്ഷിക്കുന്നുണ്ട്, വതൗബത്തി എന്റെ പക്ഷാതാപം, തുദവ്വിബുനി അത് എന്നെ ഒരുക്കിക്കളയുന്നുമുണ്ട്. തെറ്റ് ചെയ്യുമ്പോ എന്നെ ശിക്ഷിക്കും, തൗബ ചെയ്താലോ എന്നെ ഒരുക്കിക്കളയും. ഇതാണ് പടച്ചവനെ എന്റെ അവസ്ഥ. അതുകൊണ്ട് വായിഷിയത്തി തൂലദഹിരി, എന്റെ ദീർഘകാലമുള്ളതായിരിക്കുന്ന ജീവിതം, ബൈന തഅദീബിൻ വതദ്വീബ്, ഒരുക്കിക്കളയുക, ശിക്ഷിക്കുക, ഇത് രണ്ടിന്റെയും ഇടയിലായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് ബഹുമാനപ്പെട്ട യഹിയ തങ്ങൾ തന്റെ രാത്രിയുള്ള പ്രാർത്ഥനയിൽ അള്ളാഹുവോട് പറയുന്നു. അവരൊക്കെ മഹാന്മാരാണ്. ആ മഹാന്മാരായിരിക്കെ അവരെല്ലാവരും അള്ളാഹുവിലേക്ക് അടുത്തവര് ഇങ്ങനെയൊക്കെയാണ് തൗബ ചെയ്തും പേടിച്ചുകൊണ്ടുമായിരുന്നു അവർ ജീവിച്ചത്. ഹബീബ് ഇബ്നു തമാം റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മൻ വഖഅ ഫീ ദംബിൻ, ഒരു തെറ്റിൽ ഒരാൾ വീണു പോയാൽ, സുമ്മ ഖാഫ മിനല്ലാഹി തആല, പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പേടി അവന് വന്നു. എന്ത്? അൻ യുഅദ്ദിബഹു അലൈഹി, ഞാൻ ചെയ്ത തെറ്റുണ്ടല്ലോ, ആ തെറ്റിന്റെ മേൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമെന്നൊരു പേടി അയാൾക്കുണ്ടെങ്കിലോ, ഗഫറഹുല്ലാഹു ലഹു, അത് കാരണമായി അള്ളാഹിനെ പേടിച്ചല്ലോ, അത് കാരണമായി അള്ളാഹുവിന് പുറത്തു കൊടുക്കും എന്ന് മഹാന്മാരൊക്കെ നമ്മോട് പറയുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മൾ ചെയ്ത തെറ്റിന് തൗബ, പേടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റില്ലാതെയായി ഒരു സംശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ കൊണ്ട് കഴിയും. നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, അതിലേക്ക് വരണം. അതാണ് വേണ്ടത്.